ഹലോ എവരി വൺ, വെൽക്കം ടു അർജുൻ സഞ്ചാരി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിലർ ആയിട്ടുള്ള ഐക്കിയ സ്റ്റോറിലേക്കാണ്. 1943 സ്വീഡൻ രാജ്യത്തിലാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോഴവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നെതർലാൻഡ്സിലാണ്. ലോകത്തിൽ തന്നെ 422ഓളം സ്റ്റോറുകളുണ്ട്. അതും 50 കൺട്രിയോളമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോർ ആയിരുന്ന ഹൈദരാബാദിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 2018 ഐക്കിയ ഹൈദരാബാദ് ആരംഭിക്കുന്നത്. 2020 മുംബൈയിൽ ഒരു സ്റ്റോർ ഇട്ടു. 2021 മുംബൈയിൽ മറ്റൊരു സ്റ്റോറും ഇട്ടു. ഇപ്പോൾ ഇതാ 2022 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോർ ആയിട്ടുള്ളത് ബാംഗ്ലൂരിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഹൈദരാബാദ് ഐക്കിയ വരുന്നത് ഏകദേശം 4 ലക്ഷം സ്ക്വയർ ഫൂട്ടാണ്. പക്ഷേ ബാംഗ്ലൂർ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എയിം ചെയ്തത് 5 ലക്ഷം സ്ക്വയർ ഫൂട്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 4,60,000 ആണെന്ന് തോന്നുന്നു. 13 ഏക്കറിൽ ഹൈടെക് സിറ്റിയിലാണ് നമ്മുടെ ഹൈദരാബാദ് സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. 950ഓളം ഡയറക്റ്റ് സ്റ്റാഫുകളും 1500ഓളം ഇൻഡയറക്റ്റ് സ്റ്റാഫുകളും അവിടെയുണ്ട്. 6 മില്യൺ വിസിറ്റേഴ്സിനെയാണ് ഒരു ഇയർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. 7500ഓളം പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ തന്നെ 1000ഓളം പ്രോഡക്ട്സിന് വില വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് താഴെയാണ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഐക്യ സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഐക്കിയയിലൊക്കെ സ്റ്റോറിൽ പർച്ചേസ് ചെയ്താൽ പോവുകയാണെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ സമയമാണ്. കാരണം നോക്കുകയാണെങ്കിൽ ട്രാഫിക്കിൻ്റെ പ്രശ്നമാണെങ്കിലും ഇനി അവിടെയുള്ളൊരു തിരക്ക് നോക്കുകയാണെങ്കിലും ഏറ്റവും കുറവുണ്ടാകുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു അസംബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഹോം വെയർ, പിന്നെ നോക്കുകയാണെങ്കിൽ ഫുഡ് പ്രോഡക്ട്സും കിട്ടുന്നതാണ്. ഒരു വർഷം ഏകദേശം 42 ബില്യൺ യൂറോളമാണ് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത്. 2021 കണക്ക് വെച്ചാണത്. ലോകത്തിലെ തന്നെ 1% വുഡ് പ്രോഡക്റ്റ് കൺസംഷൻ ഐക്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പം ഫോറസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് വളരെ നല്ല ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. 199 രൂപ തൊട്ടാണ് ഇവരുടെ ഡെലിവറി ചാർജസ് ആരംഭിക്കുന്നത്. നമ്മുടെ ജോലി സ്ഥലമായിക്കോട്ടെ, വീടായിക്കോട്ടെ, എവിടെയാണെങ്കിലും അവർക്ക് ഡെലിവറി ഉണ്ട്. ചിലർ ഐക്കിയയിൽ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ പെൻസിൽസ് അവൈലബിൾ ആണ്. അത് സംഭവം അൺലിമിറ്റഡ് പെൻസിൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ആ പെൻസിൽസ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ബ്രോഷർ കാണാം. പിന്നെ നോക്കുകയാണെങ്കിൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടാപ്പ് കാണാം. ഇതൊക്കെ നമുക്ക് അവിടെ ഫ്രീ ആണ്. ചിലർ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ട് ചെയ്യാനും മെഷർമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ്. നമുക്കൊക്കെ ഒരു ഡ്രീം ഹൗസ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമല്ലോ. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മുടെ ചുറ്റിനും കണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഡിഫറെൻറ്റ് വേൾഡ്. ഒരു യൂറോപ്യൻ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ക്ലൈമാറ്റിക് ചേഞ്ചിനും കണ്ടീഷനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷേ എന്നാൽ പോലും ഒരു അൾട്രാ മോഡേൺ ആയിട്ടുള്ള റേഞ്ച് ഐറ്റംസും ഒരു നോർമൽ ആയിട്ടുള്ള ഐറ്റംസും എല്ലാ തരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഓരോ റൂമുകളൊക്കെ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണാം. വളരെ ചെറിയ സ്പേസ് തന്നെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ സൗകര്യങ്ങളും അടക്കിയിട്ട്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും നമ്മളെ വീട്ടിലൊക്കെ ഇത് കണ്ടോ ഒരു കുട്ടിയുടെ ഒരു റൂം എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് കൾച്ചറുള്ള റൂം ആയിക്കോട്ടെ, ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കൊരു ഐഡിയ കൂടി ഇവരിപ്പോൾ തരികയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഹൈദരാബാദ് വരുന്നവരെ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഐക്കിയ. ഇപ്പോൾ ബാംഗ്ലൂരിയൻസിനാണെങ്കിലും നമുക്കിപ്പോൾ പുതിയ സ്റ്റോർ അവിടെ അവൈലബിൾ ആണ്. വീടൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നവരാണോ നിങ്ങൾ? നല്ല ഡെക്കറേഷനും നല്ല കസ്റ്റമൈസേഷനും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പറ്റിയ ഒരു കറക്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഐക്കിയ എന്ന് പറയുന്നത്. കാരണം ഇവിടെ അത്രത്തോളം വൈഡ് വെറൈറ്റി റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഐ തിങ്ക് ഫോർ 60 rupees ഓർ സംതിങ് നമുക്കിവിടെ കോഫി അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ് കോഫി. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഏത് ടൈപ്പ് ഓഫ് വെറൈറ്റി കോഫീസ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളങ്ങനെ ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സുകൾ കണ്ടു. അപ്പോൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഒരു പുതിയ വീടൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് A to Z കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സംഭവങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോലും വളരെ ഒറിജിനാലിറ്റി തരുന്ന ആ ഒരു ഫീല് തരുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ്. പിന്നെ ഹ്യൂജ് കളക്ഷൻ ഓഫ് ലൈറ്റിങ് അവർക്കുണ്ട്. ഞാനൊന്നും ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ഒരു കളക്ഷൻ ഓഫ് ലൈറ്റ്സ് വേറെ എവിടെയും കണ്ടിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം 4 ലക്ഷത്തോളം സ്ക്വയർ ഫൂട്ടാണ് ഇവിടുത്തെ ഒരു അളവ് വരുന്നത്, ഒരു വിസ്തീർണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലൈക്ക് വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു കണ്ടാലും തീരാത്ത, എത്ര സമയം പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല.
പിന്നെ സ്റ്റാഫുകളുടെ ബിഹേവിയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഡീസൻറ്റ് ബിഹേവിയർ ആയിരുന്നു. അപ്പോൾ ഇത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിലത്തൊക്കെ ആരോ മാർക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ആരോ മാർക്കിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് ഒരു പ്രൊജക്ടർ ലൈറ്റ് വരും. അപ്പം ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിലത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ലൈറ്റിൻ്റെ സെറ്റപ്പ് കാണാൻ പറ്റും. ബാംഗ്ലൂരിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തത് ഈവനിങ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സുക്കൂൺ ഫെസ്റ്റിവലൊക്കെ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ക്ഷീണം, സ്ലീപ്പ് ഓവറൊന്നും പ്രോപ്പർ ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ എന്താക്കുകയാണ്, നേരെ പോയിട്ട് ഒരു മന്തി അടിക്കാമെന്ന രീതിയിലേക്ക് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റോർ ഹൗസാണ്. ഇത്രയും വലിയൊരു ശേഖരം തന്നെയാണ് അവർക്ക് ഇവിടെ ഉള്ളത്. ഹൈദരാബാദ് നമ്മുടെ ഐക്യ മാത്രമല്ല എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടുള്ള ചാർമിനാർ നമ്മൾ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ നമുക്ക് അടുത്തതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റികൾ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ലൈവ് ആയിട്ടുള്ള അഥവാ ഓൺഗോയിങ് ആയിട്ടുള്ള ട്രാവൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള അർജുൻ സഞ്ചാരി ഫോളോ ചെയ്യുക. വീഡിയോ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് മീ അർജുൻ വിനോദ് സൈനിങ് ഓഫ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ. ഇംഗ്ലീഷ് തുടങ്ങിയാലോടാ. The thing is that in this shop you find everything. ഇങ്ങോട്ടൊക്കെ ഒന്ന് ശരിക്കും നാച്ചുറലായിട്ട് എങ്ങനെയാണ് എടുക്കുന്നത്? വലിച്ചോർച്ച് പൊട്ടിക്കുന്നത്. എന്താണ് ചേട്ടാ, ഗോപ്രോ പോയാൽ അല്ല ഗോപ്രോ അല്ല, നിനക്കെന്തായാലും പറ്റുമോ? ഇല്ല.